സത്യം മാത്രം പറയേണ്ട പാർലമെന്റിൽ നുണ കൊണ്ട് കൊട്ടാരം പണിയുകയാണ് പ്രതിപക്ഷ നേതാവെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞത്. അഗ്നിവീറുകളെ കേന്ദ്ര സർക്കാർ യൂസ് ആൻഡ് ത്രോ, അതായത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അപ്പാടെ നുണയാണെന്ന് രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പലകുറി സഭയിൽ ആവർത്തിച്ചു. യുദ്ധത്തിൽ രക്തസാക്ഷികളാകുന്ന അഗ്നിവീറിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 1 കോടി രൂപയിലധികം നഷ്ടപരിഹാരം നൽകുന്നുവെന്ന് അവർ ആവർത്തിച്ചു. അഗ്നിവീറുകൾക്ക് രക്തസാക്ഷി പദവിയോ നഷ്ടപരിഹാരമോ നൽകുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സൈന്യത്തെ അപമാനിക്കുന്നതാണെന്ന് അവർ പരിതപിച്ചു. രാഹുൽ മാപ്പ് പറയണമെന്ന് അവർ ആക്രോശിച്ചു. ഒടുവിൽ പരാതിയും സമ്മർദ്ദവും ചെലുത്തി അഗ്നിവീറുകളെ കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. പക്ഷേ രാഹുൽ വിട്ടില്ല. ആരാണ് നുണ പറയുന്നതെന്ന് ഉടൻ അറിയാമെന്ന് പറഞ്ഞ രാഹുൽ തന്റെ വാദം ശരിയെന്നതിനുള്ള തെളിവുകൾ ഇതാ പുറത്തുവിട്ടിരിക്കുന്നു. राजनाथ सिंह जी ने शिवजी के फोटो के सामने पूरे हिंदुस्तान को, देश की सेना को और अग्निवीरों को कॉम्पनसेशन के बारे में झूठ बोला. मैंने अपने भाषण में कहा था, मेरी बात मत सुनिए, उनकी बात भी मत सुनिए, अग्निवीर के परिवारों की बात सुनिए. कोई सहूलत नहीं मिली ना सेंट्रल गवर्नमेंट ने, पंजाब सरकार ने दी हमें, चलो जो भी है बनता हक, तो सेंट्रल गवर्नमेंट ने कुछ नहीं दिया हमें. बोलते आएंगे पैसे, इलेक्शन आ रहा है, वो आ रहा है, ना जाने कब आएगा. शहीद अजय सिंह जी के पिता ने मेरे और रक्षा मंत्री के भाषण सुनने के बाद ये बयान दिया है. राजनाथ ने कल बयान दिता कि 1 करोड़ रुपए का शहीद परिवार को भेज चुके हैं. सानू कोई मैसेज नहीं, ना कोई पैसा आया हाल तक. राहुल गांधी बहुत आवाज उठा रहा, सदन दे बैठ हंगामा कर रहा भी शहीदों के परिवारों को इन्होंने बनती जो सहूलत मिलनी चाहिए, अग्निवीर योजना बंद होनी चाहिए, रेगुलर भर्ती होनी. रक्षा मंत्री जी ने संसद में शहीद अजय सिंह जी के परिवार से, अग्निवीरों से, सेना से और देश के युवाओं से झूठ बोला है. रक्षा मंत्री जी, आप इन सब से माफी मांगिए. डरो मत, डराओ मत, सत्यमेव जयते. കേന്ദ്ര സർക്കാർ പറഞ്ഞത് നുണയാണെന്ന് വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് പറയുന്നത് രാഹുലിന്റെ വീഡിയോയിൽ കാണാം. പഞ്ചാബിൽ നിന്നുള്ള രക്തസാക്ഷിയും അഗ്നിവീറുമായ അജയ് സിംഗിന്റെ വീട്ടിൽ ചെന്നാണ് രാഹുൽ സംസാരിച്ചത്. മകൻ വീരമൃത്യു വരിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലെന്ന് അജയ് സിംഗിന്റെ പിതാവ് ഈ വീഡിയോയിൽ പറയുന്നു. രാജ്യത്തോടും പാർലമെന്റിനോടും സൈന്യത്തോടും രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ കുടുംബത്തോടും അഗ്നിവീറുകളോടും യുവാക്കളോടും കളവ് പറഞ്ഞ പ്രതിരോധ മന്ത്രി മാപ്പ് പറയണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. സൈനികരെ 2 തട്ടുകളിലാക്കുന്ന അഗ്നിവീർ 5 വർഷം കഴിഞ്ഞ് വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ പദ്ധതി മാത്രമാണെന്ന് രാഹുൽ വീണ്ടും ആവർത്തിച്ചു. കേവലം 6 മാസം പരിശീലനം നൽകിയാണ് 5 വർഷം പരിശീലനം നേടിയ ചൈനീസ് ഭടന്മാരുടെ മുന്നിലേക്ക് അഗ്നിവീറുകളെ അയക്കുന്നത്. വീരചരമം പ്രാപിക്കുന്നവരെ രക്തസാക്ഷികളെന്ന് വിളിക്കുന്നില്ല. രക്തസാക്ഷിയായ അഗ്നിവീറിന് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. സത്യത്തിന്റെ സംരക്ഷണമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. പേടിക്കരുത്, പേടിപ്പിക്കരുത്, സത്യമേവ ജയതേ എന്ന് പറഞ്ഞാണ് രാഹുൽ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.